സ്വപ്നം പോലെ സുന്ദരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. സ്വപ്നം പോലെ ആണെങ്കിലും അതുണ്ടാകാൻ എടുത്ത വഴി സ്വപ്നം പോലെയേ അല്ല, തികഞ്ഞ യാഥാർത്ഥ്യങ്ങളായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്. ഒരു ദിവസം കൊണ്ടോ ഒരു സ്വപ്നം കൊണ്ടോ ഉണ്ടായിത്തീർന്നതല്ല ഈ കുടുംബം. 2 പതിറ്റാണ്ടോളം നീണ്ട നിസ്സഹായമായ നിമിഷങ്ങളും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളും വാക്കുകൾക്കതീതമായ ത്യാഗവും ഉള്ളിലൊതുക്കിയ ഒരു മാതാവിൻ്റെ മനക്കരുത്തും വിശ്രമമില്ലാത്ത രാപ്പകലുകളിൽ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കവചമുണ്ടാക്കി സംരക്ഷണം നൽകിയ പിതാവിൻ്റെ നിരന്തരമായ അർപ്പണത്തിൻ്റെയും കഥയാണ്. അമ്മയുടെ ജീവനൊടുക്കുന്ന മുറിവുകളിലൂടെയും കുഞ്ഞുമക്കൾ പൊഴിച്ച കണ്ണീരിലൂടെയും പിതാവിൻ്റെ മുതുകിൽ വന്ന ഭാരത്തിലൂടെയും ഓരോ പുഞ്ചിരികളും നിറം പകർന്ന നിമിഷത്തിലൂടെയും പടുത്തുയർത്തിയ കുടുംബം. ഇത് വെറും ഒരു വീടല്ല, ഓരോ ഹൃദയസ്പന്ദനവും ഞാൻ നെഞ്ചിലേറ്റി എൻ്റെ ആത്മാവിനെ സുഗന്ധം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അഭയസ്ഥാനമാണ്. ഇവിടെ ഓരോ മുഖത്തിലും എൻ്റെ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും, ഓരോ ഹൃദയത്തിലും എൻ്റെ ത്യാഗങ്ങളും കാണാൻ സാധിക്കും. ഒരു കുടയുടെ താഴെ പരസ്പരം മനസ്സിലാക്കുന്ന ഹൃദയങ്ങളുടെ ബന്ധമാണിത്. കണ്ണോട് കണ്ണു നോക്കി ഇവരോട് സംസാരിച്ചാൽ ഉള്ളിലെ ഭാവങ്ങളെല്ലാം അറിയാൻ പറ്റും. അങ്ങനെ മനസ്സുകൊണ്ട് അവരിൽ പകർന്ന് ജീവിക്കാൻ പറ്റും. എല്ലാറ്റിനുമുപരി അമ്മയാകുക എന്ന ദൗത്യത്തിന് ആദ്യ പരിഗണന കൊടുത്തപ്പോഴും സമയം മുഴുവൻ അതിനായി മാറ്റിയപ്പോഴും അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ കുടുംബം ഒരു അമ്മയെന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു പൂർണ്ണതയുള്ള ഒരു സ്ത്രീയാക്കി എന്നെ മാറ്റി. ഞാനിത് പറയുമ്പോൾ ഹൃദയം കൊണ്ട് കുടുംബത്തെ സ്നേഹിച്ച ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി കണ്ണിലൂടെ ഹൃദയം കാണാനും സ്പർശനത്തിലൂടെ സ്നേഹത്തിൻ്റെ ചൂടറിയാനും നന്ദിയോടെയും സ്നേഹത്തോടെയും ഇഷ്ടം പങ്കുവയ്ക്കാനും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ.